ഹലോ മക്കളെ, +2 ഫിസിക്സിന്റെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ ചാപ്റ്ററിന്റെ പേരാണ് ചാപ്റ്റർ 5 മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മക്കളെ, നമ്മൾ ചാപ്റ്റർ 4-ലാണെങ്കിൽ ഇതിനെ പറ്റി പഠിച്ചു. മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം. ഒരു ചാർജ് ആണെങ്കിൽ ഒരു ചാർജ് അത് മൂവ് ചെയ്യുകയാണ്, അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും. അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റിയും അതിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റിയൊക്കെയാണ് നമ്മൾ മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിൽ പഠിച്ചിരുന്നത്, അല്ലേ? അതുപോലെ നമുക്കറിയാം, മൂവിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. ഈ കറണ്ടിന്റെ മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റി, കറണ്ട് വ്യത്യസ്ത ഷേപ്പിലുള്ള വയറിലൂടെ കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് ആ വയർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റിയും അതിന്റെ ബിഹേവിയറിനെ പറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തു? ആ ചാപ്റ്ററിൽ വളരെ വിശദമായിട്ട് പഠിച്ചായിരുന്നു. അതുപോലെ നമ്മൾ ടോർക്കിനെ പറ്റിയും കേട്ടായിരുന്നു. ഇനിയാണെങ്കിൽ നമ്മൾ ഈ ചാപ്റ്ററിൽ എസ്പെഷ്യലി പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് മാഗ്നറ്റിസം ആൻഡ് ഒരു വാക്കെടുക്കുന്നത് എന്താണ്? മാറ്റർ. അതായത് ഞാനൊരു മാറ്റർ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഞാനൊരു തടി എടുത്തു. ഈ തടിക്ക് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടോ? നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. ഈ പേനയ്ക്ക് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ടോ? നമ്മൾ അതിനെപ്പറ്റി പഠിക്കാൻ പോവുകയാണ്. സോ നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കളിൽ, നമുക്ക് ചുറ്റുമുള്ള ബോഡിയിലുള്ള മാഗ്നറ്റിക് ബിഹേവിയറിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് മനസ്സിലായോ? മാഗ്നറ്റിസം ആൻഡ് മാറ്റർ. മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് പ്രോപ്പർട്ടി, മാഗ്നറ്റിക് ബിഹേവിയേഴ്സിനെ പറ്റിയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ആക്ച്വലി മാഗ്നറ്റിസം? മാഗ്നറ്റിസം എന്താണ്? അപ്പം മാഗ്നറ്റിസം എന്നൊരു ഫിനോമിനയാണ്. എന്താണ്? ഒരു പ്രതിഭാസമാണ്, ഒരു ഫിനോമിനയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനാണെങ്കിൽ ഒരു പാത്രത്തിലാണെങ്കിൽ കുറച്ച് അയണിന്റെ പീസ് എടുത്തു. അയണാണിത്. ഇത് സ്റ്റീലിന്റെ പീസാണ്, സ്റ്റീലാണ്. ഇത് കൊബാൾട്ട് ആണ്. സോ എന്തൊക്കെയുണ്ട്? അയൺ, സ്റ്റീൽ, കൊബാൾട്ട് എന്നിവയാണെങ്കിൽ ഞാൻ ഒരു മാഗ്നറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുവെക്കുമ്പോൾ ആരൊക്കെ ചാടിപ്പിടിക്കും? അയൺ ചാടിപ്പിടിക്കും, അതുപോലെ കൊബാൾട്ട് ചാടിപ്പിടിക്കും, സ്റ്റീൽ എന്ത് ചെയ്യും മക്കളെ? ചാടിപ്പിടിക്കും, അട്രാക്ട് ചെയ്യും. സോ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെങ്കിൽ ആരെയൊക്കെ അട്രാക്ട് ചെയ്യും? ആ സ്റ്റീലിനെ, അതുപോലെ അയണിനെ, കൊബാൾട്ടിനെ, അല്ലെങ്കിൽ മറ്റൊരു മാഗ്നറ്റിനെ ഒക്കെ അട്രാക്ട് ചെയ്യാം. ഇങ്ങനെ അട്രാക്ട് ചെയ്യുന്ന ഫിനോമിനെ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റിസം. അതാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച വളരെ സിമ്പിൾ ആയ ഡെഫിനിഷൻ. ഇതാണ് എന്താണ്? ഫിനോമിന ഓഫ് അട്രാക്ടിങ് സ്മോൾ പീസസ് ഓഫ് അയൺ, സ്റ്റീൽ, കൊബാൾട്ട് ബൈ എ മാഗ്നറ്റിക് മെറ്റീരിയൽ ഈസ് കോൾഡ് മാഗ്നറ്റിസം. മനസ്സിലാവണ്ടോ? സോ എന്ത് ചെയ്യും? അയണും സ്റ്റീലും കൊബാൾട്ടും ഒക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യും? ഇത് ചാടി പിടിക്കും. അല്ലെങ്കിൽ മറ്റൊരു കാന്തം എടുത്തിട്ട് കാന്തത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവച്ച് എന്ത് ചെയ്യും? അത് ചാടി അട്രാക്ട് ചെയ്യും. ശരിയാണോ? അപ്പോൾ അത്തരം ബിഹേവിയറിനെ വിളിക്കുന്ന പേരാണ്, ആ ഫിനോമിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിസം. നമുക്ക് ചുറ്റുള്ള മാഗ്നറ്റിസം പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ മാഗ്നറ്റ്, നമ്മുടെ ഭൂമിയിൽ തന്നെ കാണുന്ന, നമ്മുടെ സ്വാഭാവികമായി കാണുന്ന സ്വാഭാവിക കാന്തങ്ങൾ, അല്ലെങ്കിൽ നാച്ചുറൽ മാഗ്നറ്റ്സ്. നാച്ചുറൽ മാഗ്നറ്റ്സിന്റെ എക്സാമ്പിൾ ആണ് ഒന്ന് ലോഡ് സ്റ്റോൺ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഈ പഴയ ഗ്രീക്കിലേക്ക് പർവ്വത നിരകളിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരം സ്റ്റോണുകൾ കാണാൻ കഴിയും. ആ സ്റ്റോണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആ സ്റ്റോണിന് വളരെ വീക്കായിട്ടുള്ളതുകൊണ്ട് ഒരു മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. അവിടെയൊക്കെ നമ്മളാണെങ്കിൽ ചെറിയ ചെറിയ ആണിയെ കൊണ്ടുവച്ച് എന്ത് ചെയ്യും? ആണിയെ കണ്ട് ഇതുപോലെ ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതാണ് ലോഡ് സ്റ്റോൺ. അതിനെ മാഗ്നറ്റൈറ്റ് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെയാണെങ്കിൽ എർത്ത് ഒരു വീക്ക് മാഗ്നറ്റ് ആണ്. ഭൂമി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ചെറിയ വളരെ വീക്കായ ഒരു കാന്തമാണ്. സോ അത്തരം മാഗ്നറ്റിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ മാഗ്നറ്റ്സ്, സ്വാഭാവികമായുള്ള കാന്തങ്ങൾ. അപ്പം ഇതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? വളരെ വീക്ക് മാഗ്നറ്റിക് ഫീൽഡാണ്, വളരെ ചെറിയ കാന്തങ്ങളാണ് ഇവയെല്ലാം. സോ സ്വാഭാവികമായി ഉണ്ടാകുന്ന കാന്തങ്ങളൊക്കെ വളരെ ചെറിയ കാന്തിക ശക്തിയുള്ള കാന്തങ്ങളാണ്. ഇനിയാണെങ്കിൽ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്, അതായത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലേ? അപ്പോൾ സ്വാഭാവിക കാന്തങ്ങളല്ല, നമ്മൾ എന്ത് ചെയ്യാണ്? ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന മാഗ്നറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ആണ് ഒന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് ആയ ഒന്ന് ബാർ മാഗ്നറ്റ്, മറ്റത് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. എന്താണിത്? ഹോഴ്സ് ഷൂ മാഗ്നറ്റ്. ഇതിന് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. ബാർ മാഗ്നറ്റ്, ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, അല്ലെങ്കിൽ മാഗ്നറ്റിക് കോമ്പസ്. ഇതൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്? മാഗ്നറ്റിക് ബിഹേവിയർ ഉള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ സബ്സ്റ്റൻസിന് എക്സാമ്പിൾ ആണ്. അതുപോലെയാണെങ്കിൽ ഒരു കറണ്ട് കടത്തിവിടുന്ന, നോക്ക്, ഇതൊരു കമ്പിയാണ്, ഇതൊരു സോളിനോഡാണ്. ആ സോളിനോഡിലൂടെ നമ്മൾ എന്ത് ചെയ്തു? കറണ്ടിനെ പാസ് ചെയ്യിച്ചു. ഉറപ്പായും സോളിനോഡ് എന്തായിട്ട് മാറും? അതൊരു മാഗ്നറ്റായിട്ട് മാറും. എന്തായിട്ട് മാറും? ഒരു മാഗ്നറ്റായിട്ട് മാറും. ശരിയല്ലേ മക്കളെ? അപ്പം ഇതൊക്കെ എന്താണ്? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന മാഗ്നറ്റ്സ് ആണ്. ഏതൊക്കെയാണ്? ഒന്ന് ബാർ മാഗ്നറ്റ്, മറ്റത് ഹോഴ്സ് ഷൂ മാഗ്നറ്റ്, അതുപോലെയാണെങ്കിൽ കോമ്പസ്. ഇത് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും. കറണ്ട് കടത്തിവിടുന്നതിന്റെ ഫലമായിട്ട് ചില സബ്സ്റ്റൻസ് ആണെങ്കിൽ കാന്തമായിട്ട് മാറും, വയർ ആണെങ്കിൽ കാന്തമായിട്ട് മാറും, മാഗ്നറ്റ് ആയിട്ട് മാറും. അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ്. സോ ഇതൊക്കെ ഇതിലാണെങ്കിൽ ഇവ മൂന്നും എന്താണ്? പെർമനന്റ് മാഗ്നറ്റ് ആണ്. ഇതെന്താണ്? ടെമ്പററി ആണ്. കറണ്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്തില്ല? ഇത് കാന്തമായി മാറത്തില്ല. മാറുമോ? ഇല്ല.
സോ കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്തുള്ളൂ, നമ്മുടെ സോളിനോട് കാന്തമായിട്ട് മാറുകയുള്ളൂ. കറണ്ട് ഇല്ലെങ്കിൽ സോളിനോട് എന്തായിട്ട് മാറുകയില്ല, കാന്തമായിട്ട് മാറുകയില്ല. സോ ഇത് ടെമ്പററി ആണ്, ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ ടെമ്പററി ആണ്. പക്ഷെ ഇവിടെയാണെങ്കിൽ എന്ത് ചെയ്യും, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ കുറേ നാളത്തേക്ക്, കുറേ വർഷങ്ങളിലേക്ക് ഒരു പക്ഷേ റീറ്റെയിൻ ചെയ്ത് നിലനിർത്തും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത്തരം കാന്തങ്ങളെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ്സ്. സോ ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സിനെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പെർമനന്റ് മാഗ്നറ്റും മറ്റൊന്ന് ടെമ്പററി മാഗ്നറ്റ്സും. സോ എന്താണ് പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണെങ്കിൽ കുറേ നാളത്തേക്ക് നീണ്ടു നിർത്താൻ അല്ലെങ്കിൽ നിലനിർത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം മെറ്റീരിയൽസിന് സാധിക്കും. അങ്ങനെയെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ്സ്. നോക്ക്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ വളരെ ശക്തമായ മാഗ്നറ്റിക് ഫീൽഡിനെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. റീറ്റെയിൻ ദിസ് മാഗ്നറ്റിസം ഫോർ എ വെരി ലോങ് ടൈമിലേക്ക് മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയെങ്കിൽ അവയെ വിളിക്കുന്ന പേരാണ് പെർമനന്റ് മാഗ്നറ്റ്. അതിന് എക്സാമ്പിൾ ആണ് ബാർ മാഗ്നറ്റ്, ഹോൾ ഷൂ മാഗ്നറ്റ്, കോമ്പസ് എന്നിവയൊക്കെ ആർക്ക് എക്സാമ്പിൾ ആണ്, പെർമനന്റ് മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. അടുത്ത ടെമ്പററി മാഗ്നറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാഗ്നറ്റിസം എക്സിസ്റ്റ് only when current flow നടക്കുമ്പോൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, മാഗ്നറ്റിസം കാണിക്കുകയുള്ളൂ. അതിന് ആൾക്കാരെ വിളിക്കുന്ന പേരാണ് ടെമ്പററി മാഗ്നറ്റ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കുറച്ച് ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈമിലേക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റും, അതിന് മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാൻ പറ്റും. അതിന് എക്സാമ്പിൾ ആണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഒരു സോളിനോഡിലൂടെ കറണ്ട് കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ സോളിനോട് എന്തിട്ട് മാറും, ഒരു കാന്തമായിട്ട് മാറും. ആർക്ക് എക്സാമ്പിൾ ആണ് മക്കളെ, അതൊരു ടെമ്പററി മാഗ്നറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ പാർട്ട്, അതായത് മാഗ്നറ്റിസം എന്താണ്, മാഗ്നറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഭംഗിയായിട്ട് മനസ്സിലായി. ശരിയല്ലേ? ശരി. അങ്ങനെ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്യാം. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്, കോസ് ഓഫ് മാഗ്നറ്റിസം. എന്തുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള ബോഡികൾ മാഗ്നറ്റിസം കാണിക്കുന്നത്, അല്ലെങ്കിൽ ഈ പേന എന്തുകൊണ്ടാണ് മാഗ്നറ്റിസം കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് പെൻ മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാത്തത്, എന്തുകൊണ്ടാണ് കാന്തം കാന്തിക സ്വഭാവം കാണിക്കുന്നത്, നമുക്ക് നോക്കാം. കോസ് ഓഫ് മാഗ്നറ്റിസം. നമുക്കറിയാം, ഏത് ബോഡി ഉണ്ടാക്കിയാലും നമുക്ക് ചുറ്റുമുള്ള ഏത് വസ്തുക്കൾ ഉണ്ടാക്കുന്നതും ആറ്റങ്ങൾ കൊണ്ടാണ്. ശരിയാണോ? ഫോർ എക്സാമ്പിൾ പെൻ ആയിക്കോട്ടെ, ഈ വാച്ച് ആയിക്കോട്ടെ, ഷർട്ട് ആയിക്കോട്ടെ, മൈക്ക് ആയിക്കോട്ടെ, നമ്മുടെ ഹോൾ ബോഡി ആയിക്കോട്ടെ, അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് മക്കളെ, ആറ്റംസ് കൊണ്ടാണ്. നമുക്കറിയാം, ആറ്റംസിനുള്ളിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതുപോലെ അതിന് ചുറ്റും കറങ്ങുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺ കറങ്ങുകയാണ്, മൂവ് ചെയ്യുകയാണ്. സോ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, അത് ഇലക്ട്രോൺസ് ആണെങ്കിൽ മൂവ് ചെയ്യുന്നുണ്ട്, കറങ്ങുന്നുണ്ട് അല്ലേ, അത് മൂവ് ചെയ്യുന്നുണ്ട്. ചാർജ് ആണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, മൂവിങ് ചാർജ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യും മക്കളെ, മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. ശരിയാണോ? മൂവിങ് ചാർജ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. അതിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി കാണും. സോ മൂവിങ് ചാർജിന് മാഗ്നറ്റിക് ബിഹേവിയർ ഉണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ പറയും, സാർ ഒരു ആറ്റം എടുത്തു കഴിഞ്ഞാൽ ആറ്റത്തിന് ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും കറങ്ങുന്ന മൂവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പോൾ ഈ ഇലക്ട്രോൺസും എന്ത് കാണിക്കണം, മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കണം. ശരിയാണോ? ഇപ്പൊ ഈ കറങ്ങുന്ന ഓരോ ഇലക്ട്രോൺ എന്താണ്, ചെറിയ ചെറിയ കാന്തങ്ങളാണ്. ഇതൊരു കുഞ്ഞിക്കാന്തമാണ്, ഇത് മറ്റൊരു കുഞ്ഞിക്കാന്തമാണ്. അങ്ങനെയെങ്കിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്, ഒരു ആറ്റത്തിലാണെങ്കിൽ ധാരാളം ഇലക്ട്രോൺ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഒരു ബോഡിയിൽ 1,900 ആറ്റംസ് കാണും അല്ലേ, ധാരാളം ആറ്റംസ് കാണും. അപ്പോൾ ഒരു ബോഡിയിൽ ധാരാളം ആറ്റംസ് ഉണ്ട്, അത്ര ധാരാളം ഇലക്ട്രോൺസ് ഉണ്ട് അല്ലേ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്തുണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്. അപ്പം ഒരു ബോഡിക്ക് എന്ത് കാണിക്കാൻ കഴിയും, ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു കാന്തങ്ങളാണ്. ഈ കാന്തത്തിന്റെയൊക്കെ കാന്തിക ശക്തി, ഓരോ കുഞ്ഞു കാന്തങ്ങളുടെയും കാന്തിക ശക്തി, നമ്മളെ കാന്തിക ശക്തിയെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, കാന്തിക ശക്തി. സോ ഓരോ ഇലക്ട്രോൺ എന്തുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഒരു ബോഡിയിൽ എത്ര മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കാണും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എന്തുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ചെറിയ ചെറിയ കാന്തിക ശക്തികളുണ്ട്. ശരിയാണോ? ഓരോ ഇലക്ട്രോണും കിടന്ന് കറങ്ങുന്നതിന്റെ ഫലമായിട്ട് അത് കുഞ്ഞ് കാന്തിക ശക്തി പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ ഈ ബോഡി എടുത്തു കഴിഞ്ഞാൽ ആ ബോഡിയിൽ ലക്ഷക്കണക്കിന് എന്തുണ്ട്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റുകളുണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന്റെ ആകെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മൂലം എന്ത് ചെയ്യുന്നുണ്ട്, ഇതിന് വലിയ കാന്തിക ശക്തി കിട്ടണം. ശരിയല്ലേ? സ്വാഭാവികമായിട്ടും ഇതിന് വലിയൊരു കാന്തിക ശക്തി കിട്ടേണ്ടതാണ്. പക്ഷെ അങ്ങനെ കിട്ടാറില്ല. കാരണം ഒരു സബ്സ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ, ഒരു ബോഡി എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെ, അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ മാഗ്നറ്റിക് മൊമെന്റിനെ മറ്റൊരു ആറ്റം എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻസൽ ചെയ്യാൻ കഴിയും. സോ ഇതിന്റെ ഓറിയന്റേഷൻ ഇങ്ങനെ ആയതുകൊണ്ട്
ഒരു ആളുടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെയും മറ്റ് ആറ്റം എന്ത് ചെയ്യും അല്ലെങ്കിൽ മറ്റ് ഇലക്ട്രോൺ എന്ത് ചെയ്യും ക്യാൻസൽ ചെയ്തതിന്റെ ഫലമായിട്ട് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിട്ട് മാറും മക്കളെ? 0 ആയിട്ട് മാറും. അതിന്റെ ഫലമായിട്ടാണ് നമ്മളുടെ ഈ പേന കാന്തമാകാഞ്ഞത്. സോ അങ്ങനെ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് 0 അല്ലായിരുന്നെങ്കിൽ അത് കാന്തമായേനെ. അങ്ങനെയെങ്കിൽ പറഞ്ഞ എന്തുകൊണ്ടാണ് കാന്തത്തിന് കാന്തിക ബിഹേവിയർ കിട്ടുന്നത്, മാഗ്നറ്റിന് മാഗ്നറ്റിക് ബിഹേവിയർ കിട്ടാൻ കാരണം എന്താണ്? അപ്പോൾ നമുക്ക് പറയാം സർ, ആ ബോഡികളിൽ എന്തുണ്ട്? നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റേ ആറ്റവും മറ്റേ ഇലക്ട്രോണും എന്ത് ചെയ്യുന്നില്ല, ക്യാൻസൽ ചെയ്ത് കളയുന്നില്ല. അതുകൊണ്ടാണ് അതിന് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടിയത്, അല്ലേ? ഒരു ആകെ കാന്തിക ശക്തി കിട്ടിയത്. സോ നമുക്ക് നോക്കാം കോസ് ഓഫ് മാഗ്നറ്റിസം. മാഗ്നറ്റിസം arise due to the motion of electric charges. So motion of electric charges ആണ് ആരെ ഉണ്ടാക്കുന്നത്? കാന്തികത ഉണ്ടാക്കുന്നത്. Or the spin of ഉണ്ടോ ചാർജ്ഡ് പാർട്ടിക്കിളിന്റെ സ്പിന്ന് മൂലമോ, നമുക്ക് ഇത് സ്പിന്നും ചെയ്യും, ഇതിന്റെ ഓൺ ആക്സിൽ എന്ത് ചെയ്യും, സ്പിന്ന് ചെയ്യും. ഇപ്പൊ സ്പിന്ന് മൂലമോ അല്ലെങ്കിൽ മോഷൻ മൂലമോ എന്തുണ്ടാവുന്നുണ്ട്? മാഗ്നറ്റിക് ബിഹേവിയർ കാണിക്കാം. മാഗ്നറ്റിക് പ്രോപ്പർട്ടി എവിടെ കിട്ടും? ആറ്റത്തിനുള്ളിൽ ഉണ്ടാകും. ഇക്കാര്യം മനസ്സിലായോ? സോ ചാർജുകൾ മൂവ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നത്? കാന്തിക ശക്തി കിട്ടുന്നത്. ഈ കാര്യം മനസ്സിലായി? സോഴ്സ് ഓഫ് മാഗ്നറ്റിസം, ഇലക്ട്രോൺ മൂവിങ് ഇൻ ഓർബിറ്റ്സിൽ ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നുണ്ട്? ഓർബിറ്റിൽ ഇങ്ങനെ നടന്ന് മൂവ് ചെയ്യുകയാണ്, ഇങ്ങനെ കറങ്ങുകയാണ്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? സ്പിൻ അറൌണ്ട് ദർ ആക്സിസ്. കണ്ടോ, ഇതിന്റെ ആക്സിൽ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? സ്പിന്നിങ് ചെയ്യുന്നുണ്ട്. അത് എന്ത് ജനറേറ്റ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. അതിന് ചുറ്റും എന്തുണ്ടാവും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. സോ ഇലക്ട്രോണുകൾ ഓർബിറ്റിങ്ങിന്റെ ഫലമായിട്ടോ സ്പിന്നിങ്ങിന്റെ ഫലമായിട്ടോ എന്തുണ്ടാക്കുന്നത്? മൂവിങ് ചാർജസ് ആണ്. സോ മൂവിങ് ചാർജസ് ക്യാൻ ക്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ്. മൂവിങ് ചാർജസിന് എന്തിന് കഴിവുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഈച്ച് ആറ്റം ബിഹേവ്സ് ലൈക്ക് എ ടൈനി മാഗ്നറ്റ്. കുഞ്ഞിക്കാന്തങ്ങളായിട്ട് മാറും ഓരോ ആറ്റങ്ങളും. അതുകൊണ്ട് ഓരോ ആറ്റങ്ങൾ എന്ത് ചെയ്യും? കുഞ്ഞിക്കാന്തങ്ങളായിട്ട് മാറും. അവയ്ക്ക് എന്തുണ്ടാവും? മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും, കുഞ്ഞിക്കാന്തിക ശക്തി കിട്ടും. ദ മോഷൻ ആൻഡ് സ്പിൻ ഓഫ് ഇലക്ട്രോൺ. ഇപ്പം ഇലക്ട്രോണിന്റെ സ്പിന്ന് മൂലമോ മോഷൻ മൂലമോ ചെയ്യുന്നുണ്ട് ആറ്റങ്ങൾക്ക് കാന്തിക ശക്തി, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. ഞാൻ ഈ പറഞ്ഞ പേര് മനസ്സിലാവുന്നുണ്ടോ? കാന്തിക ശക്തി അല്ലെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് കിട്ടും. പക്ഷേ നമുക്കറിയാം, അങ്ങനെയെങ്കിൽ എല്ലാ ബോഡിയും ആറ്റങ്ങളും ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാ ബോഡിക്കും എന്തുണ്ടാവണം? ഇങ്ങനെ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്, ആകെ കാന്തിക ശക്തി കിട്ടണം. അതായത് എല്ലാ വസ്തുവും കാന്തമായിരിക്കണം. അങ്ങനെ ആകുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഒരു ആറ്റത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിന്റെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റേ ആറ്റമോ മറ്റേ ഇലക്ട്രോണോ ക്യാൻസൽ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ആകെ കാന്തിക ശക്തി, നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എന്തായിട്ട് മാറും മക്കളെ? അത് 0 ആയിട്ട് മാറും. ഇതുകൊണ്ടാണ് നമുക്ക് ചുറ്റുമുള്ള വസ്തുക്കൾ എന്തായിട്ട് കാണാത്തത്? എല്ലാ വസ്തുക്കളും കാന്തമായിട്ട് കാണാത്തത്. ഇനി ഏതെങ്കിലും ബോഡിക്കാണെങ്കിൽ നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ടെങ്കിലോ, ഒരു ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റേ ഇലക്ട്രോൺ ക്യാൻസൽ ആക്കുന്നില്ല. ഒരു ആറ്റം ഉണ്ടാക്കുന്ന നെറ്റ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റിനെ മറ്റേ ആറ്റം ക്യാൻസൽ ആക്കുന്നില്ല. അങ്ങനെയെങ്കിലോ അവയ്ക്ക് കാന്തിക ശക്തി കിട്ടും. അത്തരം ബോഡിയെ വിളിക്കുന്ന പേരാണ് കാന്തങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണോ? സോ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് മാഗ്നറ്റിസത്തിന്റെ കോസ്, കാരണം എന്താണെന്ന് മനസ്സിലായി. എന്താണ്? മോഷൻ ഓഫ് ചാർജസ് ആണ് മാഗ്നറ്റിസത്തിന് കാരണം. ഓക്കെ ആണോ? സോ എനിക്ക് തോന്നുന്നു ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിങ്ങൾ കേൾക്കേണ്ടത്. എന്താണ് മാഗ്നറ്റിസം, എന്താണ് മാഗ്നറ്റ്, മാഗ്നറ്റിന്റെ കാരണം എന്താണ്, എങ്ങനെയാണ് മാഗ്നറ്റ് ഫോം ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ പറഞ്ഞ എൻറ്റയർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ കോൺസെപ്റ്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഹാവ് എ നൈസ് സ്റ്റഡി. ബൈ.